തലവേദനയായി വരുന്ന പല രോഗികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടർ എനിക്ക് ബ്രെയിൻ ട്യൂമറാണോ എന്ന്. തലവേദനയുള്ള വ്യക്തികളിൽ 99% പേരിലും അതിൻ്റെ കാരണം ബ്രെയിൻ ട്യൂമർ അല്ല എന്നുള്ളതാണ് സത്യം. ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ. ലോകമെമ്പാടും തലച്ചോറിലുണ്ടാകുന്ന ട്യൂമറുകളെപ്പറ്റി ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആചരിക്കപ്പെടുന്ന ഒരു ദിനം. എന്താണ് ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പെട്ടെന്ന് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ബോധക്ഷയം അല്ലെങ്കിൽ അപസ്മാര ലക്ഷണങ്ങൾ. 2, ഒരു വശത്തിന് ഒരു കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടുക. 3, സംസാരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. 4, കാഴ്ചയിൽ വരുന്ന വ്യതിയാനങ്ങൾ, അത് പ്രത്യേകിച്ച് വസ്തുക്കൾ രണ്ടായി കാണുക. 5, ബാലൻസ് നഷ്ടപ്പെടുക. വളരെ അപൂർവമായി മാത്രമേ തലവേദന ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ആദ്യ ലക്ഷണമായി കാണുന്നത്. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ തലവേദനയോട് കൂടി എഴുന്നേൽക്കുക, ഇത് ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണമാകാം. ബ്രെയിൻ ട്യൂമറുകളെ പറ്റിയുള്ള ചില മിഥ്യാധാരണകൾ. ഏറ്റവും പ്രധാനം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ബ്രെയിൻ ട്യൂമറിന് കാരണമാകാമോ? ഇത്ര നാളും നടത്തിയ പഠനങ്ങളിൽ ഒന്നിൽ പോലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ബ്രെയിൻ ട്യൂമറുമായി വ്യക്തമായ ഒരു ബന്ധം ഉള്ളതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. 2, എല്ലാ ബ്രെയിൻ ട്യൂമറും ക്യാൻസർ ആണോ? അല്ല. നമ്മൾ 100 ബ്രെയിൻ ട്യൂമർ ഉള്ള വ്യക്തികളെ എടുത്താൽ അതിൽ 80% ക്യാൻസർ അല്ലാത്ത ബ്രെയിൻ ട്യൂമറുകളാണ്. 3, എല്ലാ ബ്രെയിൻ ട്യൂമറുകൾക്കും ചികിത്സ ആവശ്യമാണോ? ക്യാൻസറസ് അല്ലാത്ത ചെറിയ മുഴകൾക്ക് പലപ്പോഴും സർജറിയോ മറ്റ് ചികിത്സകളോ ആവശ്യമല്ല എന്നുള്ളതാണ് സത്യം. ഇനി ക്യാൻസറസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമറുകൾക്ക് വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. സർജറി, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി തുടങ്ങിയ ചികിത്സകൾ വളരെ ഫലപ്രദമാണ്. പ്രായമായവരിൽ മാത്രം കാണുന്ന ഒരു രോഗമാണോ ബ്രെയിൻ ട്യൂമർ? അല്ല. കുട്ടികളിലും ചെറുപ്പക്കാരിലും ഒരുപോലെ വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമർ. ബ്രെയിൻ ട്യൂമർ പാരമ്പര്യമായി കാണുന്ന ഒരു രോഗമാണോ? അല്ല. കുടുംബങ്ങളിൽ പാരമ്പര്യമായി കാണുന്ന ഒരു രോഗമല്ല ബ്രെയിൻ ട്യൂമർ. പകരുന്ന ഒരു രോഗമാണോ? പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇല്ല. ഒരു വ്യക്തിക്ക് ബ്രെയിൻ ട്യൂമർ വന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ബന്ധുക്കൾക്കോ മറ്റുള്ളവരിലൊക്കെ പകരുന്ന ഒരു രോഗം അല്ല ബ്രെയിൻ ട്യൂമർ. ബ്രെയിൻ ട്യൂമറുകളെ പറ്റിയുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾ എത്തിക്കുന്നതിനും ബ്രെയിൻ ട്യൂമർ ബാധിച്ച വ്യക്തികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ലോകമെമ്പാടും ജൂൺ 8 വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആയി ആചരിക്കുന്നത്. സ്നേഹപൂർവ്വം, ഡോക്ടർ ജിജി കുരുട്ടുകുളം.